ഈ ഒരു കുംഭമേള കേരളത്തിൽ ഈ തിരുനാവായയിൽ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയടക്കം മറ്റ് 13 ജില്ലകൾ, അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കുന്ന ചാർത്തിക്കുന്നത്. ഇതിന്റെ മഹത്വം, ഇതിലെ ആരാധനാ ക്രമങ്ങളിലെ കൃത്യത, അതിന്റെ ശുദ്ധി, ഫോക്കസ്, അതുകൊണ്ട് അനുഗ്രഹമായി ഇതിനെ ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോ ഇത് ദക്ഷിണ ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജി, അമ്മ മാതാമൃതാനന്ദമയി ദേവിയും ഒക്കെ മനുഷ്യ രാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം നിള ഘട്ടത്തിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈയെടുക്കുകയും ചെയ്തത്. ആധ്യാത്മിക എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയും. പക്ഷെ എന്റെ മുൻഗാമികൾ തന്നെ ഇത് പണ്ട് ദീർഘവീക്ഷണത്തിലൂടെ പറഞ്ഞതാണ്. There is tourism attached to spiritualism. സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന ഒരു ടാഗിൽ പെടുത്താവുന്ന വലിയ എക്കോണമിയിൽ വലിയ ഒരു പങ്ക് വഹിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത കൂടി, സംഭാവന കൂടി ഈ കുംഭമേളയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും ആചാര സ്വഭാവങ്ങളെയും അവരുടെ ആചാര പ്രവർത്തനങ്ങളെയും മാനിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ വളർന്നു വരേണ്ട കാലഘട്ടമാണ്. അതിന് തീർച്ചയായിട്ടും ഈ മഹാമാഘ കുംഭമേള വലിയ ഉത്തേജകമാണ് പകർന്നു നൽകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ കാരണം, ഇന്നലെ 2 ദിവസത്തേക്ക് പാർലമെന്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരുപാട് ജോലി ഉണ്ടായിട്ടും ഡൽഹിയിൽ നിന്ന് ഇതിനായിട്ട് ഓടിയെത്തി എങ്കിൽ അതിൻ്റെ മഹത്വമാണ് വെളിവാക്കുന്നത്.